സംസ്ഥാനത്ത് കൊറോണ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. നിലവിൽ രാജ്യത്തെ ഭൂരിഭാഗം ആക്റ്റീവ് കേസുകളും കേരളത്തിലാണ്. പുതിയ വകഭേദമായ JN.1 തിരുവനന്തപുരത്ത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും സംസ്ഥാനത്തെ കൊറോണ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. രാജ്യത്ത് ആകെയുള്ള കേസുകളിൽ 89.5% കേരളത്തിലാണ്. ആകെ 1701 ആക്റ്റീവ് കേസുകളാണ് രാജ്യത്തുള്ളത്. ഇതിൽ 1523 കേരളത്തിലാണ്. കഴിഞ്ഞ മാസം വരെ 20 മാത്രമായിരുന്നു സംസ്ഥാനത്തെ പ്രതിദിന കൊറോണ രോഗികളുടെ എണ്ണം. ഇന്നലെ 199 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. പരിശോധന കാര്യമായി നടക്കാത്തതാണ് കേസുകളുടെ എണ്ണം കൂടാൻ കാരണം. മറ്റസുഖങ്ങളുമായി ആശുപത്രിയിലെത്തുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന പരിശോധനകളിലാണ് പുതിയ കേസുകൾ കണ്ടെത്തുന്നത്. ഒമിക്രോണിന്റെ പുതിയ വകഭേദമായ JN.1 സാന്നിധ്യമാണ് കൊറോണ രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായതെന്ന വിലയിരുത്തലുണ്ട്. നിലവിൽ 38 രാജ്യങ്ങളിലാണ് പുതിയ വകഭേദം കണ്ടെത്തിയിരിക്കുന്നത്. മൂക്കൊലിപ്പ്, ചുമ, ജലദോഷം, ശ്വാസമുട്ട് തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ. ഇൻസഗോഗ് പഠനത്തിലാണ് കേരളത്തിൽ ഒമിക്രോൺ JN.1 വകഭേദം കണ്ടെത്തിയിരിക്കുന്നത്. ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യമാണ് ഇൻസഗോഗ്. കോഴിക്കോട് കൊറോണ മരണം കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. ജനം, തിരുവനന്തപുരം.